മഞ്ഞിട്ടുകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീട് പറയുന്ന പേര് പിന്നിലോട്ട് പറക്കുന്ന പക്ഷി ഓറിജിനൽ നഗരം ലോകം മൊത്തം അറിഞ്ഞു. അതിനോടും ആ ഫാമിലിയോടും ഒരുപാട് താങ്ക്സ്. എൻ്റെ സ്കൂളിൽ എല്ലാവരും വിഷ് ചെയ്ത്, ടീച്ചർമാരും വിഷ് ചെയ്ത്. മോനൊരു പട്ടാളക്കാരനാകണമെന്ന് ആഗ്രഹം, അത് കേട്ടപ്പോഴാണെന്ന് ആ സാറിന് നമ്മളോട് മോൻ അതാകട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇട്ട് തന്നത്. അന്ന് മറുനാടൻ പറഞ്ഞിരുന്നു ആ ഒരു സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ വൈകിയ വേളയിലാണ് കിട്ടിയത്. നമസ്കാരം. ഒരു കുഞ്ഞുമിടുകനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിരുന്നു. ചോറ്റാനിക്കര സ്വദേശിയായിട്ടുള്ള രുദ്ര പ്രയാഗായിരുന്നു. 5-ാമത്തെ വയസ്സിൽ 2 വേൾഡ് റെക്കോർഡുകളാണ് ആ കുരുന്ന് സ്വന്തമാക്കിയത്. അതിനെ ആരും അധികം അറിഞ്ഞില്ല. മറുനാടൻ എന്തായാലും ആ ഒരു വാർത്ത ചെയ്യുന്നതിനെ തുടർന്ന് അത് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്തു. ഒരുപാട് വൈറലായി. ഫേസ്ബുക്കിലൊക്കെ നല്ല രീതിയിൽ വ്യൂവേഴ്സ് ഉണ്ടായി. ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ ആ കുഞ്ഞുമിടുക്കിന് കിട്ടി. അന്ന് മറുനാടൻ പറഞ്ഞിരുന്നു ആ ഒരു സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ വൈകിയ വേളയിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് രുദ്രാപ്രയാഗനെ ഒന്ന് കാണാം. ഇതിനുശേഷം ഒരുപാട് കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നമുക്കെന്തായാലും അവിടെ വീട്ടിലേക്കൊന്ന് പോകാം. നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. നമസ്കാരം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ വീഡിയോ ഒക്കെ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ മാറിയോ? മാറി. എന്താ പറഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും? അടിപൊളിയായിരുന്നു. എന്നിട്ട് സ്കൂളിൽ നിന്ന് എന്താ പറഞ്ഞേ? നല്ല ടീച്ചർമാരും കുട്ടികളൊക്കെ എന്ത് ചെയ്തു? എന്നിട്ട് ഒരു ഇംഗ്ലീഷ് ടീച്ചർ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നായിരുന്നു ഫോട്ടോ എടുത്തത്. എല്ലാവരുടെയും കൂടെ നിന്നാണോ ഫോട്ടോ എടുത്തത്? പിന്നെ അടുത്തൊക്കെയുള്ള ആൾക്കാരൊക്കെ കണ്ടോ? അടിപൊളിയാണ്. ഏറ്റവും കൂടുതൽ കണ്ട എൻ്റെ ഈ അനിയനെ എപ്പോ നോക്കിയാലും ഇത് കാണും. ഇതെന്റെ കുഞ്ഞാപ്പു. എൻ്റെ 2 അനിയന്മാരാ. അപ്പോൾ അന്ന് അങ്കിൾ ഒരു കാര്യം പറഞ്ഞില്ലേ, സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരാമെന്ന്. ഇതാണ്. ഒന്ന് തുറന്നു നോക്ക്. പതുക്കെ പതുക്കെ തുറക്കണേ. താങ്ക് യു. അടിപൊളിയാ. അപ്പൊ ഇത് ഇനി ഇവിടെ തൂക്കിയിടണം. ഇത് രണ്ടും എനിക്ക് ഇന്ന് പരീക്ഷയ്ക്ക് തേച്ചോണ്ട് അമ്മ ഗിഫ്റ്റായിട്ട് മേടിച്ചു തന്നെ. ഇതെന്റെ അനിയന്റെ. കണ്ണുകൊത്തിയിട്ട് അവിടെയാണ് ഈ സൈക്കിള്. ആദ്യം കാണിച്ചപ്പോൾ ഈ സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് ഒരെണ്ണേ ഉള്ളൂന്ന്. പിന്നെ ഒരു ബോക്സിൽ അപ്പോൾ ഇത് തുറന്നപ്പോൾ ഇതായിരുന്നു. ഇതെൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ രുദ്രപ്രയാഗിനെ ആരും വലുതായിട്ട് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അറിഞ്ഞില്ല എന്നൊക്കെ ഒരു പരാതി പറഞ്ഞത് വിഷമിച്ചിരുന്നത് അമ്മുമ്മയായിരുന്നു, അശ്വതി അമ്മുമ്മ. അമ്മയ്ക്ക് വന്നാൽ ചോദിക്കട്ടെ, അത് വിഷമമൊക്കെ മാറിയോ? തീർച്ചയായിട്ടും.
ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളോട് എല്ലാവരോടും പറയുന്നു. എനിക്ക് ഈ നമ്പർ തന്ന ഒരു സാറുണ്ട്, ആ സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എൻ്റെ നമ്പർ സാറിൻ്റെ നമ്പർ തന്ന ഒരു സാറുണ്ട്, ഒരു വീട്ടിൽ പണിക്ക് വന്നപ്പം ആ സാറ് കോട്ടയംകാരനാണ്. അപ്പം ഞാനും കോട്ടയംകാരിയാണ്, എൻ്റെ അച്ഛൻ്റെ വീട്. അപ്പം ഓരോ സാഹചര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ വീട്ടിലും ഒരാൾ കാണുമല്ലോ താഴ്ന്ന. അപ്പം അന്നേരം പറഞ്ഞു ഞാനൊരു നമ്പർ തരാം, ആ നമ്പറിലൊന്ന് വിളിക്കണം, അപ്പം നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പറയണം, കൊച്ചിന് കിട്ടിയത്. അപ്പോൾ പുള്ളി ഇത് കിട്ടിയപ്പോഴേ ചോദിച്ചു കുഞ്ഞിനെ ആരെങ്കിലും വിഷ് ചെയ്തോ എന്ത് ചെയ്തോ എന്നാന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് പേർക്ക് വിഷ് ചെയ്തു, പക്ഷേങ്കിൽ അവൻ ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയിട്ട് ചോറ്റാനിക്കര ആരും അത് അറിഞ്ഞിട്ടില്ല, അറിഞ്ഞ ഭാവം നടിക്കാത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 2 കാര്യങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് ഒത്തിരി വിഷമമുണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഈ നമ്പറിലൊന്ന് വിളിച്ച് നോക്കാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ സാറിനെ വിളിക്കാൻ ഇടവന്നത്. സന്തോഷമായി, ധാരാളം പേര് വിളിച്ചു സാറ് മുഖേന. ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ നേരും, എല്ലാ കാര്യങ്ങൾക്കും. രുദ്രപ്രയാഗൻ്റെ അമ്മയുണ്ട്, അമ്മയെ എല്ലാവരും ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? എനിക്ക് പിയൂഷ് സാറിനോടാണ് ഏറ്റവും താങ്ക്സ് പറയേണ്ടത്. എന്നുവെച്ചാൽ എൻ്റെ മോനെ ആരും അംഗീകരിച്ചില്ലായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രമാണ് അവൻ്റെ കഴിവ് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുള്ളൂ. അത് പിന്നെ അന്ന് ഞാൻ പറയാൻ വിട്ടുമായിരുന്നു, എൻ്റെ മോൻ കിൻഡർ ഗാർഡനിൽ പഠിക്കുമ്പോൾ അവിടുത്തെ മിസ്സുമാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു. ബാക്കി എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ഒരു നെഗറ്റീവായിരുന്നു അന്നേ. ഒരുപാട് നന്ദിയുണ്ട്, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. പക്ഷേ ഇന്ന് എൻ്റെ മോനെ ലോകത്ത് എല്ലാവരും അറിഞ്ഞ് ഒത്തിരി പേര് വിളിച്ചു, മെസ്സേജ് അയച്ചു. വേറൊന്നും വേണ്ട, അവരുടെ ബ്ലെസ്സിങ് മാത്രം മതിയല്ലോ നമുക്ക്. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അത് നമുക്ക് മറ്റൊരു സന്തോഷ വർത്തമാനം കൂടിയുണ്ട്. കാനഡയിലുള്ള ഒരു നമ്മുടെ പ്രേക്ഷകയാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പേരറിയത്തില്ല. എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളാണ്. ഞാൻ പേര് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല. 1,00,000 രൂപ രുദ്രപ്രയാഗിന് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ അത് മെസ്സേജ് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിരുന്നു. അതെന്തായാലും അവർക്ക് കൊടുത്തു. ഞാൻ അവരോട് പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പേര് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള വിഷമം കൊണ്ട് ആയിരിക്കാം. കാരണം ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. എന്തായാലും അവരുടെ ഒരു സമ്മാനം എന്തായാലും രുദ്രപ്രയാഗിന് കൊടുത്തിട്ടുണ്ട്. അത് രുദ്രപ്രയാഗിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ടത്. പിന്നെ വിളിച്ചിരുന്നു സാറ് മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പം ഞാൻ മോനൊരു നന്ദി പറയുന്നതായിട്ടൊരു വീഡിയോ മാത്രമാണ് ഇട്ടതെന്ന് വെച്ചാൽ വേറെ പേരും കാര്യമൊന്നും നമ്മളോട് പറഞ്ഞില്ല. മോനൊരു പട്ടാളക്കാരനാകണമെന്ന് ആഗ്രഹം, അത് കേട്ടപ്പോഴാണെന്ന് ആ സാറിന് നമ്മളോട് മോൻ അതാകട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇട്ട് തന്നത്. പേരറിയത്തില്ല, എന്നാലും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ മോന് 2 സൈക്കിൾ മേടിച്ചു കൊടുത്തു, ഇന്ന് തന്നെ പോയി മേടിച്ചു കൊടുത്തു. അവൻ എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം അവന് ഇഷ്ടമുള്ളത് ഞാൻ ആദ്യമേ തന്നെ പോയി ചെയ്തു. ആ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. അച്ഛനെന്താ പറയുന്നത്? അച്ഛന് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും അറിയപ്പെട്ട്, എൻ്റെ പണി സൈറ്റിലും എല്ലാവരും ചോദിച്ചു, എല്ലാവരും അറിഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളെ സഹായിച്ചവരോടും, ആരാന്നറിയില്ല, എൻ്റെ വാട്സാപ്പിലേക്കാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവളുടെ അക്കൗണ്ട് നമ്പറും എല്ലാം ഇട്ട് കൊടുത്തു. സന്തോഷം, മൊത്തത്തിൽ സന്തോഷമുണ്ട്. മോനൊരു പട്ടാളക്കാരനാവണമെന്ന് പറഞ്ഞതിലാണ് സഹായിച്ച വലിയ ആരാണെന്നറിയില്ല, അദ്ദേഹത്തിന് വലിയ ഒരു സ്നേഹം ഇവനോട് തോന്നിയത്. മോനെ അപ്പം പട്ടാളക്കാരനാവോ? അതെ. അപ്പോൾ സഹായിച്ച ആളോട് എന്താ പറയാനുള്ളത്? അങ്കിളിനോട് ഒരുപാട് നന്ദി. നന്ദിയുണ്ട്. അപ്പം നല്ല ഒരു പട്ടാളക്കാരനാവോ? നന്നായിട്ട് പഠിക്കുവോ? ഉറപ്പാണ്? ഉറപ്പായിട്ടും പഠിക്കാം. പട്ടാളക്കാരനായിട്ട് അങ്കിളിനെ വിളിക്കുവോ? എന്ത് പറയും അങ്കിളിനെ വിളിച്ചിട്ട്? ഒരു പട്ടാളക്കാരനായെന്ന് പറയാം. വെരി ഗുഡ്. താങ്ക് യു. താങ്ക്സ് ഒന്നും വേണ്ട, ഇതൊക്കെ നമ്മുടെ കടമയാണ്. അന്ന് ഇതിനകത്ത് 100 പീരിയോഡിക് എലമെൻറ്റ്സ് പറഞ്ഞാണ് റെക്കോർഡ് നേടിയത്. അപ്പോൾ അത് കുറച്ച് മോനൊന്ന് പറയും, ഒന്ന് കേട്ട് നോക്കാം. നമുക്ക് തുടങ്ങാം. ഹൈഡ്രജൻ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രോജൻ, ഫ്ലോറിൻ, നിയോൺ, സോഡിയം, മെഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫർ, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം, സ്കെനൈൻ, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാഗ്നീസ്, നയൻ, കോബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, ഗാലൻ, ജർമ്മനി, ആർസെനിയം, സെലീനിയം, ബ്രോമിൻ, കിറ്റോൺ, റുബീഡിയം, സ്റ്റോൺഷിയം, സിർക്കോണിയം, നോബിയം, മോൾഡിനം, ടെക്നീഷ്യം, രുദിനം, റോഡിയം, പലേഡിയം, സിൻഡർ,
സിൽവർ കാർട്ടൻ ഇന്ത്യ ടിൻ ആന്റണി തെലോണിയ അയോഡി സിന സീസിയം ബെലിയൽ ആന്തയ സീരിയ പ്രസയോഡമിയം മിയോഡമിയം പ്രോമിത്യം. അന്ന് നമുക്ക് ഒന്ന് കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ മറ്റൊരു വീഡിയോയ്ക്കകത്ത് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് പേര് പുറം ലോകം അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ മിടുക്കന് കുറച്ച് പണം എന്തായാലും ആ നല്ല വ്യക്തി കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് ഇവൻ പഠിക്കട്ടെ, ഇവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കട്ടെ. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.